ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും സ്ക്വിഡ് ഗെയിം കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ടൈറ്റിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ്, അതായത് നമ്മളെ പേര് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടൈറ്റിൽ പോലെ എങ്ങനെ ചെയ്യാമെന്നാണ് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട മാതിരി. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പിക്സൽ ആപ്പും പിക്സ് ആർട്ടാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിക്സ് ആർട്ട് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രെയിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമുക്ക് പിക്സൽ ആപ്പ് തന്നെ ആവശ്യം. നിങ്ങൾ ആദ്യം പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ന്യൂ ടെക്സ്റ്റും ഡബിൾ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ടെസ്റ്റിൽ എന്താണോ വേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഞാനിവിടെ സ്ക്വിഡ് ഗെയിംസ് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. സ്ക്വിഡിന് ആദ്യം എഴുതിയിട്ട് പിന്നെ ഗെയിംസാണ് എഴുതുന്നത്, കാരണം അതൊന്നും മേലെ ഒന്ന് അടിയിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ സ്ക്വിഡിന് ആദ്യം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് മേലെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫോണ്ടിൽ പോകാം. ഈ ഫോണ്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയി കിട്ടുന്നതാണ്. നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഫോണ്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, ഗെയിം ഓഫ് സ്ക്വിഡ് എന്നാണ്. നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മേലെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു പ്ലസ് ഐക്കൺ ഓപ്ഷൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഡൗൺലോഡിൽ പോവുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് സെലക്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോണ്ട് നമ്മുടെ മൈ ഫോണ്ടിൽ വരുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ഗെയിം ഓഫ് സ്ക്വിഡ് എന്നുള്ള ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ഫോണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി എനിക്ക് ഗെയിംസിനും കൂടി എഴുതാണ്ട്, അതുകൊണ്ട് ഞാൻ ഈ സ്ക്വിഡിൽ ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കുകയാണ്. എന്നിട്ട് ആ സ്ക്വിഡിൽ ഡബിൾ ടൈപ്പ് ചെയ്തതിനു ശേഷം ഞാൻ ഗെയിംസിനും കൂടി എഴുതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരാണെങ്കിൽ ഒറ്റ ലൈനിൽ എഴുതിയാൽ മതി കേട്ടോ, അല്ലാതെ ഡബിൾ ലൈൻ ചെയ്യേണ്ട. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ അവിടെ ഗെയിംസും കൂടി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് ആ ക്യൂവിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് എൻ്റെ ഒരു പിങ്ക് കളർ, ആ സ്ക്വിഡ് ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിങ്ക് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേറെ കളർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ യൂസ് ചെയ്യാം. ഞാൻ പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, ഞാനവിടെ സ്ക്വിഡ് ഗെയിംസ് എന്നില്ല, ഗെയിമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ കറക്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ക്യൂവിൻ്റെ അടിയിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് കണ്ടില്ലേ, അതേമാതിരി സ്ക്വിഡ് ഗെയിമിൽ അതേമാതിരി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനവിടെ ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്തത്. ഓക്കെ, ക്യൂവിൻ്റെ അടിയിൽ തന്നെ ജി ഉള്ളതൊക്കെ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ കുറച്ച് ഷേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് ഷേപ്പ് ആഡ് ചെയ്യാൻ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടോപ്പിൽ ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഷേപ്പ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഷേപ്പ് നിങ്ങൾക്ക് സ്ക്വയർ ആയിരിക്കും കിട്ടുന്നുണ്ടാക്കുക. അത് മാറ്റാൻ വേണ്ടി താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഷേപ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം സർക്കിൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു ബ്ലാക്ക് കളർ സർക്കിളിന് കൊടുത്തതിന് ശേഷം കുറച്ച് നല്ല ചെറുതാക്കുക. നമുക്ക് ആ ക്യൂവിൻ്റെ താഴെ കൊണ്ടുപോയി വെക്കാനാണ്. ഓക്കെ, അതിനുശേഷം ഞാനവിടെ പൊസിഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ചെറുതായിട്ട് മൂവ് ചെയ്താൽ ജസ്റ്റ് ആ ക്യൂവിൻ്റെ തൊട്ട് മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ക്യൂവിൻ്റെ തൊട്ട് മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ടാക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ സ്ക്വയറിൻ്റെ അവിടുത്തെ ആ പെൻസിൽ ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മൂവ് ടു ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ക്യൂവിൻ്റെ തൊട്ട് താഴായിട്ടുണ്ടാകും ആ ഒരു സർക്കിൾ. അപ്പോൾ അതുപോലെ നിങ്ങൾ അടുത്ത ഷേപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് റെക്റ്റാങ്കിളും ഒരു സ്ക്വയറും ഒരു ട്രയാങ്കിളും ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ട്രയാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിന് ബ്ലാക്ക് കളർ കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഗെയിമിൻ്റെ എൻ്റെ മേലാണ് കൊണ്ടുപോയിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അത് നല്ല ചെറുതാക്കിയതിന് ശേഷം ജസ്റ്റ് ആ ഒരു എൻ്റെ അടി കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊസിഷനിൽ കൊണ്ടുപോകുക. ആ തൊട്ട ഒരു എൻ്റെ മേലെ ട്രയാങ്കിൾ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പെൻസിൽ ടൂൾ ക്ലിക്ക് ചെയ്യുക, മൂവ് ടു ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻ്റെ അടിയിൽ മറ്റേ അറ്റങ്ങളായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ സ്ക്വയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ചെറുതാക്കുക. കറക്റ്റ് ആ പൊസിഷൻ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിങ്ങൾ നേരത്തെ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരിൻ്റെ ലെറ്റേഴ്സിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ഒരുപാട് ഷേപ്സ് ഉണ്ടാക്കാൻ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ കൊടുക്കണം. ആ കളറിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തത്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിനായി നിങ്ങൾ താഴെ കാണുന്ന ഫോർത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കളറിൽ പോവുക. കളറിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് കളർ പിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. മേലെ കാണുന്ന കളർ പിക്കറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. ഇനി നമുക്ക് മറ്റേ ജസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിൻ്റെ ആവശ്യം നമുക്ക് ഇനിയില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് മെർജ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് കറക്റ്റ് സെൻട്രൽ പൊസിഷനിൽ കൊണ്ടുവെക്കാൻ വേണ്ടി ആ മെർജിൽ താഴെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അടയാളപ്പെടുത്തുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെർജ് ചെയ്യാം. മെർജ് ചെയ്താൽ എല്ലാം, അപ്പോൾ ഇതെല്ലാം ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സെൻട്രൽ പൊസിഷനിൽ കൊണ്ടുവെക്കാൻ വേണ്ടി സെൻറ്ററത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിലേറ്റീവ് പൊസിഷനിൽ കറക്റ്റ് സെൻറ്ററിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവെക്കാം. ഓക്കെ, ഇത്ര പണിയുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തെടുക്കുക. സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും ടോപ്പ് കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഡിഫോൾട്ട് എന്നുണ്ടാവും. അത് അൾട്ര ആക്കിയതിന് ശേഷം സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റും ചെയ്യാം. അതായത് ബാക്ക്ഗ്രൗണ്ടിന് ബ്ലാക്ക് കളർ കൊടുത്തിട്ട്
ആ സ്ക്വയറിനും സർക്കിളിനൊക്കെ പാടി നിങ്ങൾക്കൊരു പിങ്ക് കളറും കൊടുക്കാം കേട്ടോ. ഇതേമാതിരി നമുക്ക് ചെയ്യാൻ കഴിയും. അത് രണ്ടിലും സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പിക്സാർട്ടാണ് ആവശ്യം. പിക്സാർട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രെയിൻസ് മാതിരി കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആദ്യം ഞാനിവിടെ പിങ്കിലാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത സ്ക്വിഡ് ഗെയിമിലാണ് ഞാനത് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രെയിൻസ് ആഡ് ചെയ്യണം, അത്ര പണിയുള്ളൂ. അപ്പോൾ അതിനായി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയുടെ ലിങ്ക് ഇട്ട് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ മൊത്തം നമ്മുടെ പിങ്ക് മൊത്തം കവർ ചെയ്യുന്ന മാതിരി നമുക്ക് ജസ്റ്റ് വലുതാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ബ്ലെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ സ്ക്രീൻ കൊടുക്കുക. ബ്ലെൻഡിൽ സ്ക്രീൻ കൊടുത്താൽ നമുക്ക് ഇതേമാതിരി കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരെ മേലെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ ജസ്റ്റ് ഒരു ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. നമുക്ക് ജസ്റ്റ് ബ്ലാക്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രെയിൻസിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നേരെ ഓപ്പോസിറ്റാണ്. കാരണം നേരത്തെ വൈറ്റ് ആയിരുന്നു ഗ്രെയിൻ, ഇത് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബ്ലെൻഡിൽ പോവുക, ജസ്റ്റ് മൾട്ടിപ്ലൈ കൊടുക്കുക. ഓക്കെ, മൾട്ടിപ്ലൈ കൊടുത്താണ്ടോ നമ്മളെ ബ്ലാക്കിൽ നമ്മൾ ജസ്റ്റ് ആ ഗ്രെയിൻസ് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്കാണ് കുറച്ചും കൂടി എനിക്ക് മറ്റേനേക്കാൾ ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഷബീബ് സൈനിങ് ഓഫ്.